ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ടച്ച് ഔട്ട്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? വിഷസ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഫോർ മീ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. എവറി ഡേ ഐ എൻജോയ് മൈ ലൈഫ്. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും, ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഫോൺ ജീവിതത്തെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വാർത്ത കേട്ടപ്പോൾ സീരിയസ്ലി ഞെട്ടി. ഞാൻ ഒന്നും കൂടെ എഗൈൻ ആൻഡ് എഗൈൻ അത് തന്നെ പല ചാനലുകളിൽ വെച്ച് നോക്കുമായിരുന്നു, നമ്മൾ കേൾക്കുന്നത് ശരിയാണോ എന്ന്. കാര്യം ടി വിയിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി മാത്രം ജനങ്ങളിലോട്ട് കൊടുക്കുന്ന, ഭയങ്കര പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ ഒരു IT റെയ്ഡ് തൻ്റെ ഓഫീസിൽ വന്ന സമയത്ത് തൻ്റെ റിവോൾവർ എടുത്ത് നെഞ്ചിലേക്ക് വെടിവെച്ച് സ്വയം മരിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെയാണ്. അതിൻ്റെ സ്പോൺസറായിട്ട് വന്ന സമയത്താണ്. അത് തന്നെയാണ് പുള്ളിയുടെ ബ്രേക്ക് ത്രൂ. അവിടെ നിന്നാണ് പുള്ളി ബാക്കിയെല്ലാം കെട്ടി ഉയർത്തിയത്. അങ്ങനെയുള്ള വലിയൊരു കോടീശ്വരൻ 36ാമത്തെ വയസ്സിൽ ഫ്ലൈറ്റ് സ്വന്തമാക്കി 12 റോൾസ് റോയ്സ് ഉള്ള, ബുഗാട്ടി അടക്കം ലോകത്തിലെ ഏറ്റവും വലിയ കാർ കളക്ഷൻ ഉള്ള ഒരു മനുഷ്യൻ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തി. അദ്ദേഹം ഇതുപോലെ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ വലിയൊരു ഞെട്ടലായിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. CJ റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ചെയർമാനുമായിട്ടുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ബാംഗ്ലൂരിൽ അശോക് നഗറിൽ ഇവരുടെ ഒരു ഓഫീസുണ്ട്, പെന്റഗൺ എന്ന് പറഞ്ഞിട്ടുള്ള. ഒരു 3 ദിവസമായിട്ട് അവിടെ റെയ്ഡ് നടക്കുകയാണ് ഇൻകം ടാക്സിന്റെ. നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സിലെ ഓഫീസേഴ്സ് ആണ് അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരിക്കുന്ന ദിവസം രാവിലെ തൊട്ടും അവിടെ റെയ്ഡ് നടക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയതിനു ശേഷം എന്തൊക്കെയോ ഫയൽസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഏതോ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി തന്റെ ക്യാബിനിലോട്ട് കയറി ആ ക്യാബിനിൽ വെച്ചിട്ടാണ് തന്റെ പിസ്റ്റൾ എടുത്തിട്ട് ഇങ്ങനെ വെടിവെച്ച് സ്വയം മരിക്കുന്നത്. വെറും 57 വയസ്സ് മാത്രമാണ് പ്രായം. ഇവര് ദുബായിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇദ്ദേഹം കുറെ 3-4 മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മൂവീസിൽ ഇദ്ദേഹം ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. ആദ്യത്തെ പടം കാസിനോ, അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി, അത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. അതായിട്ട് മരക്കാരനകത്ത് അദ്ദേഹത്തിന് ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത മൂവി ഐഡന്റിറ്റി എന്ന് പറയുന്ന നമ്മുടെ ടൊവിനോ തോമസിന്റെ മൂവിയാണ്, അതും ഫ്ലോപ്പ് ആയിരുന്നു. ഇനി ഏതോ ഒരു മൂവിയൊക്കെ വരാനുണ്ട്. ഈ ആദ്യം കാണിച്ച ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബെൻസ് തന്നെ ടോട്ടൽ ലോസ് ആവുന്ന രീതിയിൽ ക്രാഷ് ആക്കി കളഞ്ഞു എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബെൻസ്. അപ്പൊ അത്രയും കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പേര് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാണ്. ബട്ട് റിയൽ ലൈഫിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു വീരുവിനെ പോലെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ 10-20 കൊല്ലമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെ മുന്നിലുള്ള ഒരു ചോദ്യം അതാണ്. കാര്യം ഇദ്ദേഹം ആദ്യമായിട്ടൊന്നും അല്ല ഇൻകം ടാക്സ് റെയ്ഡ് കാണുന്നത്. അവരുടെ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്നതും ആദ്യമായിട്ടായിരിക്കത്തില്ല. 2016 മുതലേ ഇൻകം ടാക്സും ഇദ്ദേഹം തമ്മിലുള്ള കേസുകൾ നടക്കുന്നുണ്ട്. സോ ബാംഗ്ലൂർ പോലീസ് ഇപ്പം കേസ് എടുത്തിട്ടുണ്ട്. അവരുടെ ഒരു ബൈറ്റ് വന്നിട്ട് ഞാൻ ഒന്ന് വെക്കാം. To a nearby hospital where he was declared dead, brought dead. As of now, the reports say that since last 2 to 3 days, the income tax team were having a search and search of this premises, but we are not aware of all the details. The team had come from Kerala, and the incident which has taken place is we are yet to start the investigation, because the complaint is being drafted, and the police is in touch with the family members who are not in India. They are coming by tonight flight. Once they come, we will come to know the further details. As of now, it is a case of shooting, self-shooting, and still the case till all the angles are inquired into it. I cannot give a detailed report on that. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയ്ഡ് എടുക്കുന്ന സമയത്ത് ഈ ഫോണും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം പിസ്റ്റലൊക്കെ ഉണ്ടെങ്കിൽ അത് സീസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ റെയ്ഡ് ഒക്കെ നടത്തുന്നത്. മേ ബി ചിലപ്പോൾ ഉദ്യോഗസ്ഥർക്കും കാണത്തില്ല, ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇതുപോലെ ഗണ്ണ് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫയൽ എടുക്കാൻ വേണ്ടി അകത്തോട്ട് എന്നപ്പോഴാണ് ഈ ഒരു കടുങ്കൈ ഇദ്ദേഹം ചെയ്യുന്നത്. സോ ഇവിടെ നടന്നിരിക്കുന്നത് ഇൻകം ടാക്സ് IT റെയ്ഡാണ്, അല്ലാതെ ED റെയ്ഡല്ല. ED റെയ്ഡൊക്കെ ജാമ്യം കിട്ടാവുന്ന പരിപാടിയാണ്. ഇപ്പൊ അറസ്റ്റിലോട്ട് ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു രീതിയിലായ സമയത്ത് സമ്മർദ്ദം മൂലം ഇദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. സോ എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥ വെച്ചിട്ട് ജാമ്യം കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹം ഇത്രയും വലിയ കോടീശ്വരനാണ്, ഫൈൻ അടച്ചിട്ട് പുറത്തിറങ്ങാം. എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഫൈൻ. അപ്പോൾ ഈ ഒരു സമ്മർദ്ദം എന്തായിരുന്നു അവിടെ ഉണ്ടായതെന്ന് അതാണ് മനസ്സിലാവാത്തത്. സാധാരണഗതിയിൽ ഇൻകം ടാക്സ് ചെയ്യുന്നത് വലിയ പിഴ അടയ്ക്കും, ശിക്ഷയൊക്കെ കിട്ടാം. എന്നാലും അത് ഈ വലിയ ഭീകരമായ ശിക്ഷ കിട്ടുന്നൊന്നുമല്ല. ED അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ കാർക്കശ്യം കുറഞ്ഞ നടപടികളാണ് IT-യിലുള്ളത്. ഇൻകം ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അറസ്റ്റൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ജാമ്യമൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പുണ്ടെങ്കിൽ പിഴ അടച്ച് 3-4 ഇരട്ടിയൊക്കെ ഫൈൻ അടച്ച് അത് നൂരിപ്പോരാ. അതാണ് അതിൻ്റെ സ്വഭാവം. ആദ്യമേ ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടു, പിന്നീട് വാർത്താ ചാനലുകളൊക്കെ പറയുന്ന IT റെയ്ഡായിരുന്നു.
അപ്പോൾ IT റെയ്ഡിന് വരുമ്പോൾ ഒരാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ വേറെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു മീഡിയയ്ക്കും ബൈറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ്. കാര്യം അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തോട്ട് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിലോട്ട് ഈ ഒരു സംഭവം നീങ്ങി. ഇദ്ദേഹം പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു, പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ബട്ട് അത് നടക്കാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നു. ആ സമയത്തുണ്ടായ ഒരു സമ്മർദ്ദം കാരണമാണ് ഈ ഒരു ആത്മഹത്യയിലോട്ട് പോയത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാവുന്നത്. മാത്രമല്ല, ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന്. സ്റ്റാഫെല്ലാം വിചാരിച്ചു ഇപ്പോൾ സാർ അപ്സെറ്റ് ആവും. എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. നിങ്ങളെത്തും, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് ഫോർ തിങ്സ് ഗോ റോങ്. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടന്നില്ല, അദ്ദേഹം പാനിക് ആവാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മേ ബി മനുഷ്യന്മാരാണ്, ഏത് സമയത്ത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പോസിറ്റിവിറ്റി വിളമ്പി നടക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ചെയ്തതാവാം. റോയി എന്ന് പറയുന്ന വ്യക്തി വളരെ റെസ്പെക്റ്റോടുകൂടി ജനങ്ങൾ കാണുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ അഭിമാനത്തിന് ക്ഷതമേക്കുന്ന തരത്തിലൊരു അറസ്റ്റിലോട്ട് നീങ്ങിയ സമയത്ത് മേ ബി സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. അതാവാം. മറിച്ച് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ മേ ബി CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇനി ഈ IT ആയിട്ട് ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? കാലങ്ങളായി, അതായത് 2016 മുതൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അതായത് IT യുമായി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു ലീഗൽ ബാറ്റിൽ 2016 മുതൽ നമുക്ക് രേഖകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കർണാടക ഹൈക്കോടതിയിൽ സമാനമായ കേസുകൾ നിലനിന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ അറിവുകളുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ കഴിഞ്ഞ 3 മാസം മുമ്പാണ് IT ഉദ്യോഗസ്ഥർ തുടങ്ങിയത്. ഈ 3 മാസം മുമ്പ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി റെയ്ഡ് നടത്തുന്നതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്നാണ് ഈ സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു IT വിഭാഗം. തുടർന്നാണ് ഇന്നിപ്പോൾ വീണ്ടും ഇവിടെ റെയ്ഡ് നടത്തുകയുണ്ടായത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് അദ്ദേഹം ജീവനൊടുക്കാൻ കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ ആരോപിച്ചത്. അപ്പം ഈ ഇൻകം ടാക്സുമായിട്ട് ഇന്നും ഇന്നലും തുടങ്ങിയ പ്രശ്നമല്ല. 2016 തൊട്ടുണ്ട് ഇദ്ദേഹം കോടതിയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ സ്റ്റേ നീങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇവർ റെയ്ഡുമായിട്ട് വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക സംഘർഷമാണ് ഈ ഒരു സംഭവത്തിലോട്ട് നയിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സോ നമുക്കിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, എന്തൊക്കെയോ തിരിമറികൾ, പൊരുത്തക്കേടുകൾ എല്ലാം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലേ IT ഇദ്ദേഹത്തെ വിടാതെ ഇങ്ങനെ പിന്തുടർന്ന് നിൽക്കുന്നത്, നിരന്തരമായിട്ട് ഇങ്ങനെ റെയ്ഡ് നടത്തുന്നത്. എല്ലാം പ്രോപ്പറായിട്ടുള്ള സ്ട്രെയിറ്റ് വെയിലായിരുന്നു എങ്കിൽ ഇങ്ങനെ IT റെയ്ഡ് നിരന്തരം വരത്തില്ല. ബിസിനസ്സുകാരെല്ലാവരും ഈ IT റെയ്ഡൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകളുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ബ്രദർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. മരണശേഷവും ഇവർ റെയ്ഡ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള തരത്തിൽ വാർത്ത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം വെടിയുന്നതിന് ശേഷവും മരണശേഷവും അവർ അവിടെ റെയ്ഡ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥർ അവിടെ തുടർന്ന് റെയ്ഡ് നടത്തുകയായിരുന്നു. അവരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ എന്നത് കൂടി പറയുന്നു. ഞാൻ അറിഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ മരിച്ച സമയത്ത് തന്നെ ഇവർ ആദ്യം പോയി CCTV അങ്ങ് സീസ് ചെയ്തു. ഇതാരും ഇതിനകത്ത് എന്താണ് ആ ഒരു ക്യാബിൽ നടന്നതെന്ന് പുറത്തോട്ട് വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ വെടിവെച്ച സമയത്ത് എല്ലാവരും പൊക്കിയെടുത്ത് ഇദ്ദേഹത്തിനെ ആ ഒരു താഴെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡിലേ ആയി എന്നുള്ള തരത്തിലുള്ള കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നടന്ന സംഭവം എന്താണ്, ഒരു ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു CCTV മാത്രമേ ഉള്ളൂ. അത് മിക്കവാറും പുറത്തു വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉമ്മാര് ബുക്കും എന്തെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു CCTV വിഷ്വൽസ് മുക്കും. കാര്യം അത് കംപ്ലീറ്റ്ലി അവർ ആ സമയത്ത് തന്നെ ആ ഒരു മൊമെന്റിൽ തന്നെ അത് സീസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഇപ്പൊ ഇതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം എന്നാണല്ലോ. ഞാൻ ഇദ്ദേഹത്തിന്റെ പഴയനല്ല ഒരു 1 month മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഒരു കാര്യം ഞാനിവിടെ നിന്ന് വെക്കാം. ഇദ്ദേഹം എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. ഇവരൊരു 100 ഫ്ലാറ്റ് കെട്ടുന്നു, ഒന്നുപോലും സെയിൽ ആവുന്നില്ല. അപ്പോഴാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ സ്പോൺസേഴ്സ് ആയിട്ട് ഇവർ മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു സെയിൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്നത്. അതിനെപ്പറ്റി ഇദ്ദേഹം പറയുന്നുണ്ട്. പൊട്ടിപ്പാളീസായി നിൽക്കുന്ന സമയത്തുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. മരിക്കാനൊക്കെ ആയിരുന്നു, അന്നേ മരിക്കായിരുന്നു. ആ ഒരു കാര്യം ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്ക്. അവിടെ അടി സ്റ്റാഫെല്ലാം വിചാരിച്ചു ഇപ്പോൾ സാർ അപ്സെറ്റ് ആവും. എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. നിങ്ങളെത്തും, ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ് ഫോർ തിങ്സ് ഗോ റോങ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗഫാർ വന്നു. ഞാനപ്പോൾ ഗഫാറിനെ ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ആർക്കിടെക്റ്റ് ഉണ്ട്, രേവതി എന്ന് പറഞ്ഞ ലേഡിയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ദുബായിൽ പോയി 0 സെയിലാണ്.
നമുക്ക് ആ പ്രോജക്റ്റ് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ക്വാളിഫൈ. ഇനി റീഡിസൈൻ ചെയ്തു ചെയ്യൂ. 201 ഫ്ലാറ്റ് വെച്ച് ആ കാര്യത്തിന് പീപ്പിൾ സാധനം എന്ത് വട്ട് പിടിച്ചു. ഞാൻ പറഞ്ഞു വിൽക്കാത്ത സാധനം ഡബിൾ ആക്കും. ഒരു ഫെയിലിയർ വന്നാൽ അതിൽ നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. അപ്പോൾ എല്ലാവരും അയച്ചു സാറിനെ വട്ട് പിടിച്ചു. എൻ്റെ ജോലി എന്താണെന്ന് അറിയാം. ഞാൻ എന്താ ഈ 201 ചെയ്തതെന്ന് വെച്ചാൽ ഐ വോണ്ട് ടു കീപ് ദ പീപ്പിൾ മോട്ടിവേറ്റഡ് ടു ഫീൽ ദ ചെയർമാൻ നോ സംതിങ്. എനിക്ക് സത്യത്തിൽ ഒന്നും എനിക്കൊരു പ്ലാനും ഇല്ല, പിടിയില്ല എന്താ വേണ്ടതെന്ന്. ഹാഡ് ഗോൺ ടു മുംബൈ. അപ്പോൾ നിങ്ങളുടെ പഴയ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൽ നമ്മുടെ ആൻഡോ പുത്തിരി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആരും ഏഷ്യാനെറ്റിൽ റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാറില്ല, ഏത് ചാനൽ കൊടുക്കാറില്ല. ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് തോന്നി ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഷുഡ് ബി ത്രൂ TV. അപ്പോൾ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ബാൻഡ് വാസ് സെയിം. നിങ്ങൾക്ക് 2 ബാൻഡ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യ ബാൻഡ് ആൻഡ് ദുബായ് ബാൻഡ് വാസ് സെയിം. മിഡിൽ ഈസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഓരോ വീടും മിഡിൽ ഈസ്റ്റിൽ എത്തണമെങ്കിൽ TV ആയിരിക്കും ബെസ്റ്റ് അപ്രോച്ച്. അല്ലെങ്കിൽ നിങ്ങൾ പല ന്യൂസ് പേപ്പറിൽ നിങ്ങൾ പോകണം. അപ്പോൾ ആൻഡോട് മീറ്റ് ചെയ്തപ്പോൾ ആൻഡോ പറഞ്ഞു ഇതിൽ ഞാനൊരു സീരിയൽ തരാം. അപ്പോൾ എനിക്ക് മദറിലെ ഡോട്ടറിലെ ഇത് അമ്മായിമ്മയുടെ മരുമോളുടെ പ്രോഗ്രാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി, എനിക്കൊരു റിയൽ പ്രോഡക്റ്റ് വേണം, റിയാലിറ്റി ഷോ. അപ്പോൾ ആൻഡോ പറഞ്ഞു സ്റ്റാർ സിംഗർ. അപ്പോൾ ആൻഡോ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം അത്രയൊന്നും TRP ഇല്ലാത്ത സാധനമുണ്ട്, അത് വേണമെങ്കിൽ എടുത്തോളം പറഞ്ഞു. പക്ഷെ അതിൽ വലിയ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആൻഡോ എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. ഓക്കെ, അവിടെ വെച്ച് ഞാൻ ആൻഡോണ്ട് പറഞ്ഞില്ല 40 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. അങ്ങോട്ട് 5 മതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് 40 തരാമെന്ന്. അപ്പോൾ തന്നെ ആൻഡോ പോയിട്ട് പുള്ളിയുടെ സീനിയറെ വിളിച്ചു, എങ്കിലും വട്ടുവിടാൻ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കാണോ. അപ്പോൾ ആൻഡോ തിരിച്ചു വന്നിട്ട് പിന്നെയും എൻ്റെ അടുത്ത് അപ്സെറ്റായി. ഞാൻ ആക്കിയതാണോ അങ്ങനെയാണ് ആക്കിയതാണോ, എനിക്ക് ആ വേർഡ് അന്നാണ് ഞാൻ പഠിച്ചത്. ഇത് വേണ്ടായിരുന്നു. ഞാൻ നമ്മുടെ നാട്ടുകാരനെ ചോദിച്ച് പറഞ്ഞ് നിങ്ങൾ എൻ്റെ ബോസിൻ്റെ അടുത്തും എന്നെ ചീത്ത വിളിപ്പിച്ചല്ലോ. അപ്പോൾ ഞാൻ സീരിയസ് ആണ്, 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് ഞാൻ തരാമെന്ന്. അപ്പോൾ ആൻഡോ ചോദിച്ചു റിയൽ അല്ലേ ആക്കില്ലല്ലോ നിങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പോയിട്ട് പുള്ളിയുടെ ബോസെ വിളിച്ചു, ശരിക്കും പറഞ്ഞതാണെന്ന്. അപ്പോൾ പുള്ളി ബോസ് ഒരു ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡന്റ് ആരാന്നറിയില്ല, എന്തായാലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ ഒരു കോൺട്രാക്ട് അയച്ചു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തോളൂ. ഞാനായിരുന്നു ഐഡിയ സ്റ്റാർസിന്റെ അന്നത്തെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇവനാരാണ്, ഇവന് പാട്ടിന് എന്ത് സംബന്ധം. ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡായി. ഓക്കെ, അന്ന് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അനൗൺസ് എനിക്ക് തോന്നി 5 ലക്ഷം കൊടുത്ത് ആരും നോക്കില്ല. ബിക്കോസ് പ്രീവിയസ് ഇയറിനും 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 5 എത്ര കൊടുത്താൽ എനിക്കറിയില്ല, 5 എന്നോട് പറഞ്ഞു. അപ്പൊ സഡൻ ആയിട്ട് ഒരു നെറ്റിക്കൽസ് ഇല്ലേ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ 40 ലക്ഷം ഇയാൾ ആരാണ്, കോൺഫിഡന്റ് എന്താണ്. ഓവർ നൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്ന് അറിയും? 100 എണ്ണം വിറ്റു. ഓ, ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. 3 മാസം മുമ്പ് ബൂജ അടിച്ച ആൾക്കാരാണ്. അന്ന് എന്റെ സ്റ്റാഫിന് മനസ്സിലായി ഇയാളുടെ ഇന്റൻഷൻ വേറെയാണ്. 100 എണ്ണം ഞാൻ വിറ്റു, അതിന്റെ അഡ്വാൻസ് കിട്ടാൻ തുടങ്ങി. ഇനിയൊരു 100 എണ്ണം എനിക്ക് സ്റ്റോക്ക് ഇരിപ്പാണ്. അങ്ങനെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് സക്സസ്ഫുൾ ആവുന്നത്. നമ്മൾ അന്ന് കണ്ട ഐഡിയ സ്റ്റാർ സിംഗറിനകത്ത് ടൈറ്റിൽ സ്പോൺസർ. ഇപ്പോഴും അദ്ദേഹം പല റിയാലിറ്റി ഷോസും സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അനീഷിന് പ്രൈസ് മണി അല്ലാതെ 10 ലക്ഷം രൂപ ഇദ്ദേഹം പാരിതോഷികമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ. അന്ന് ആ ഒരു സ്റ്റാർ സിംഗറിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു 20 കൊല്ലമായിട്ട് ഇദ്ദേഹത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ 20 കൊല്ലമായിട്ട് ഇദ്ദേഹം നേരിടാത്ത മാനസിക സംഘർഷം എന്തായിരുന്നു ഇപ്പോൾ നേരിട്ടത് എന്നാണ് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ ഇദ്ദേഹം വേറെ കാര്യം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ലക്കി നമ്പർ 3 ആണെന്ന്. ആ ഒരു പാർട്ടും കൂടെ ഞാനൊന്ന് വെക്കാം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വണ്ടിയുടെയും നമ്പറിന്റെ അവസാനം 1475 വരുന്നുണ്ട്, 1675, 1875, 75 മൊത്തം അവസാനിക്കുന്നത് കാണുന്നത്. എന്റെ ലക്കി നമ്പർ 3 ആണ്. അപ്പോൾ ഐ ഗോ ഫോർ എ ടോട്ടലിംഗ് ഓഫ് 3, 7 and 5, 12. 1 and 2 3. എന്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ല. അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഡൈലൂട്ട് ആയിട്ട് ഇങ്ങനെ ചെയ്തൊരു സിസ്റ്റമാണ്. എങ്ങനെയാണ് 3 ലക്കി നമ്പർ ആവുന്നത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12th February. എന്റെ ഭാര്യ 21st February. എന്റെ മോള് 3rd May. മോൻ മാത്രമാണ് 16th വന്നത്. അപ്പോൾ ഈ 3 എന്റെ ലൈഫിൽ കുറെ കളിച്ചിട്ടുണ്ട്. എന്റെ ഫാദർ ക്രിക്കറ്റാണ്, ഞാൻ ക്രിക്കറ്റാണ്, എന്റെ ബ്രദർ ക്രിക്കറ്റാണ്. എല്ലാം 3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ന്യൂമറോളജിയാണ് ഇത് 3. ബട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ. അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം മരിച്ച ദിവസം January 30, അതിനകത്തുണ്ട് ഒരു 3. സോ എന്താണെങ്കിലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണ് റീസൺ അതെന്ന് വ്യക്തമായി പറയാൻ പറ്റത്തില്ല. ഇവരുടെ ഫാമിലിയൊക്കെ പുറത്താണ്, നാട്ടിൽ വന്നിട്ടുണ്ടാവും. ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് വന്നിട്ടില്ല. പിന്നെ ആ ഒരു സമയത്ത് ഒരുപാട് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നതാണ്. അവരുടെയും റെസ്പോൺസും ഒന്നും TV-യിലൊന്നും വന്നിട്ടൊന്നുമില്ല. നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, TV-യിലൊന്നും പോയി പറയരുത് എന്നുള്ളതായിരുന്നു. സോ അതുകൊണ്ട് ഒരു ക്ലിയർ പിക്ചർ ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല.
എന്താ സംഭവം. സോ എന്താണെങ്കിലും ഭയങ്കര ഞെട്ടിക്കുന്ന, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും ഇത്രയേ ഉള്ളൂ, ഒരു നിമിഷത്തെ ചിന്ത മതി ഈ ജീവിതം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കാണുന്നതൊന്നും ആയിരിക്കത്തില്ല സത്യം. ഇദ്ദേഹത്തിന്റെ വീഡിയോസിലാണെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി നൽകുന്ന മനുഷ്യന്റെ ഒരവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോ നമ്മൾ കാണുന്നതൊന്നും അല്ല ശരി. ഓരോ വ്യക്തിയും എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വേറെ വീഡിയോ ഇടാം. അപ്പോൾ ശരിയെങ്കിൽ